സാറേ, പാരമ്പര്യമായിട്ട് വരുന്നൊരു രോഗമാണോ ക്യാൻസർ? എല്ലാവരിലും ഈ ക്യാൻസറിൻ്റെ ജീൻസ്, പലതരം ജീൻസ് ഉണ്ട്, ശരീരത്തിലുണ്ട്. ആ പ്രവർത്തിക്കാതെ മയങ്ങിക്കിടക്കുക. ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും, പലതരം ടോക്സിൻസ് ഉണ്ടാകും. അത് ഭക്ഷണത്തിൽ കൂടെ ആകാം, മരുന്നുകളുടെ അമിതമായ ഉപയോഗം കൊണ്ടുണ്ടാകാം. അപ്പോൾ ഈ ടോക്സിൻസ് ഉണ്ടായി കഴിയുമ്പം അതിനെ ട്രിഗർ ചെയ്യുന്നതാണ് ഈ ജീൻസ്. മിക്കവാറും എല്ലാ മനുഷ്യരിലും ഈ ടോക്സിൻസും ഉണ്ട്, ജീൻസും ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും മിക്കവാറും. അത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗെറ്റ് ബോത്ത്. അങ്ങനെ ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ്. അവിടെയാണ് ബയോചിപ്പ് ട്രീറ്റ്മെൻറ്റ്, ക്യാൻസർ, ടോക്സിൻസ്, ഡീടോക്സിഫിക്കേഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. ഈ പ്രൊസീജിയർ മോഡേൺ മെഡിസിനിലില്ല, ക്യാൻസർ ഡീടോക്സിഫിക്കേഷൻ. അത് നമുക്ക് അവകാശപ്പെടാൻ എനിക്കുണ്ട്, ബയോചിപ്പ് ട്രീറ്റ്മെൻറ്റ്. അതായത് ആയുർവേദത്തിൽ കുറേയൊക്കെ അത് സാധിക്കും. ആയുർവേദത്തിൽ അതിനുള്ള ചില മരുന്നുകൾ കൊണ്ട് ഡീടോക്സിഫിക്കേഷൻ നമുക്ക് സാധിച്ചെടുക്കാം. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അത് സാധിക്കില്ല. അതിനാണ് ബയോചിപ്പ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഞങ്ങൾ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യും, കിഡ്നീസിൻ്റെ ഡീടോക്സിഫിക്കേഷൻ, ചില പ്രത്യേക അവയവങ്ങൾക്കുള്ള ഡീടോക്സിഫിക്കേഷൻ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ പേഷ്യൻസിനും. അപ്പോൾ അതിൻ്റേതായ ഗുണം അവർക്ക് കിട്ടുന്നുണ്ട് ചികിത്സ വഴി.